ഇതാ ഞങ്ങളുടെ വീട്ടിലേക്ക് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. ഇതാ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്, നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ ഇതാ ചെറിയൊരു റോഡ്, ഇതാ ഒരു ഒഴുക്കൊക്കെ ഉള്ള ഒരു നീരൊഴുക്കൊക്കെ ഉള്ള ഒരു സ്ഥലം കണ്ടില്ലേ? നീരൊഴുക്കൊക്കെ ഉള്ള നല്ല ഒരു സ്ഥലമാണ്. കുറച്ച് ചളിയൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ ചളി കൂടെ ഇങ്ങനെ നമ്മൾ ഇതങ്ങനെ കയറി കുറച്ച് ഒരു ഭയങ്കര ചളിയാണ്. ഇതങ്ങനെ നമ്മുടെ മാഷ വീട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുക. എന്താ ചളിയിൽ കൂടെ നമ്മളിങ്ങനെ നീരൊഴുക്കൊക്കെ ഉണ്ട് നന്നായിട്ട്. ഇതിങ്ങനെ ചളി കണ്ടോ, ഭയങ്കര ചളിയാണ്. ചളിയിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെയൊക്കെ നിറയെ രണ്ട് ഭാഗവും നിറയെ കാടുകളൊക്കെ ഉണ്ട് കേട്ടോ. മതിലുണ്ട്, കാടുണ്ട്. കാട് കൂടെ ഇങ്ങനെ പോവുകയാണ് നമ്മളിങ്ങനെ. നല്ലോണം കാടൊക്കെ ഉണ്ട്, നല്ല മലകളാണ്. ഇങ്ങനെ ഈ ഭാഗത്തു കൂടെയൊക്കെ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇവിടെ കുറേ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ആദ്യം ഒരു കുളമൊക്കെ ആയിരുന്നു കേട്ടോ. കുളമൊക്കെ ആണ സമയത്ത്, കുളം എന്ന് പറയണ സമയത്ത് ഇവിടെയൊക്കെ നിറയെ വെള്ളമായിരുന്നു. ഞാനൊക്കെ ആദ്യം ഇവിടെ വരുന്ന സമയത്തൊക്കെ ഈ ഭാഗത്തൊക്കെ നിറയെ വെള്ളമായിരുന്നു. ഇപ്പം അതൊക്കെ ഇങ്ങനെ തൂർത്തു. ഇവിടുത്തെ ഒരു ഭംഗി കണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ വീട് വയ്ക്കാനൊക്കെ വിചാരിച്ചത്. ഇപ്പം അതെല്ലാം തൂർത്തു. ഇപ്പം കുറച്ച് കാടും ഇങ്ങനെയൊക്കെ തന്നെയുള്ളൊരു സ്ഥലമായിരിക്കുന്നു. ഇനി നമുക്ക് ഇതേനെ കയറി പോവുക. ഈ മതയിൽ കൂടെ നമ്മളെ വീട്ടിലേക്ക് കയറാം കേട്ടോ. ഇനി ഇതേനെ ഇങ്ങനെ കയറണം. ഈ വഴി കൂടെ നമ്മളിങ്ങനെ കയറി പോവുകയാണ്. ഈ വഴി കൂടെ ഇങ്ങനെ നമ്മൾ കയറി ഇങ്ങനെ പോകണം. കയറി കൊണ്ടേ പോകണം. ഇവിടെ ഒരു ഈന്തുംപട്ടുണ്ട്, കണ്ടില്ലേ? നല്ലൊരു ഈന്തുംപട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തേക്കൊക്കെ നോക്കി നോക്കും, നിറയെ പൊന്തയും കാടുമാണ് കണ്ടോ. ഭയങ്കര പൊന്തയും കാടും ഒക്കെയാണ് ഈ ഭാഗത്തൊക്കെ. ഒരു വണ്ടിയൊന്നും പോവില്ല, സ്കൂട്ടർ പോലും പോവില്ല, അങ്ങനത്തെ കാടാണ്. നിറയെ മലകൾ കണ്ടില്ലേ? മലകൾ നോക്കൂ, എന്തൊരു വലിയ മലയാണ്. മലകളാണ് അപ്പുറത്തൊക്കെ, ഭയങ്കര എകരത്തിലുള്ള മലകളാണ്. ആ മലകൾ കണ്ടില്ലേ? ഈ ഭാഗം മുഴുവൻ മലയാണ്. മലകളാണ് ആ ഭാഗത്തൊക്കെ, ഭയങ്കരമായിട്ടുള്ള മലകളാണ്. ചെറിയൊരു വഴി കൂടെ ഇങ്ങനെ നമ്മൾ നടന്നിങ്ങനെ പോവാണ് നമ്മുടെ വീട്ടിലേക്ക്. കുറേ സാധനമൊക്കെ ഉണ്ട് വീട്ടിലേക്ക്. കുറേ ദൂരം നടക്കാനുണ്ട്, നല്ലോണം നടക്കാനുണ്ട്. എങ്ങനെ നല്ല പല കിളികളുടെ ഒച്ചയൊക്കെ കേൾക്കാം. ഇവിടെ അടുത്തടുത്ത് ഇങ്ങനെ നല്ല ശബ്ദങ്ങൾ കേൾക്കാം. ചെറിയ കിളികളുടെ കിതയ്ക്കണോ, നടക്കാൻ വയ്യ.
ഈ മലയുടെ ചെരുവ് നോക്കൂ, എന്തൊരു ഭംഗിയാണ്. നല്ല ആഴമുണ്ട് കേട്ടോ ഇങ്ങോട്ടൊക്കെ. ഇവിടെയൊക്കെ ഭയങ്കര താഴത്തേക്കാണ് നമ്മൾ പോണ വഴി. അടിയിലേക്ക് ഭയങ്കര കുണ്ടാണ്, കുഴി പോലെ ഉണ്ട്, വലിയ ഇതാ. ഒരാളൊക്കെ എന്നൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണില്ല, അത്രയും വലിയൊരു കുഴിയൊക്കെ ഉള്ളൊരു ഇതാണ്. കുറച്ച് ഇവിടെയൊക്കെ ഇങ്ങനെ പാറയാണ്. ഇതാ ഒരു മരത്തിൻ്റെ അവിടെ ഒരു ചോല ഉണ്ട് കണ്ടോ, നല്ലൊരു ചോലയാണ്. ഞങ്ങൾ കുറേ നടന്ന് വന്നാൽ കുറേ നേരം ഇവിടെ ഇങ്ങനെ കുറേ നേരം ഇവിടെ നിൽക്കും. ഇതൊന്ന് വിശ്രമിച്ച് കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് കുറച്ച് വിശ്രമിച്ചിട്ടൊക്കെ ഞങ്ങൾ പിന്നെ ഇങ്ങനെ നടക്കുള്ളൂ. ഒരു നല്ല പാറ ഒക്കെ ആയിട്ട് ഉള്ള സ്ഥലത്താണ്. ഇതാ ഇവിടെ നടക്കുകയാണ്, കുറേ ദൂരമുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റെങ്കിലും ഉണ്ട്. സാഹസമായിട്ടുള്ള പൊന്തി കാടും മലയും എല്ലാം കൂടിയാണ് കണ്ടോ. നോക്കൂ, അങ്ങോട്ടൊക്കെ നോക്കി നോക്കൂ, നേരെ വഴിക്കൊക്കെ ഒന്ന് നോക്കി നോക്കൂ. ആകെ പൊന്ത. നമ്മൾ അങ്ങോട്ടൊക്കെ ഒന്ന് നോക്കി നോക്കൂ കണ്ടോ. ആ ഭാഗത്തേക്കൊക്കെ ഭയങ്കര നോക്കൂ. അതാ നമ്മുടെ ആ ഭാഗത്തേക്കൊക്കെ നോക്കൂ, ഭയങ്കര പൊന്തയും കാടും ഭയങ്കര. ഇങ്ങനെ ഇറങ്ങി വരിക നമ്മൾ. ഇതാ ഇറങ്ങി എത്താറായിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട് കേട്ടോ ദൂരം, എത്താറായിട്ടില്ല. ഇതാ കണ്ടില്ലേ, ഭയങ്കര ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കാടാണ്. ഈ കാടിൻ്റെ അവിടേക്ക് ഇവിടെ ഒരു ഒന്നുണ്ട്. അമ്മേ വയ്യ. ഇതേനെങ്ങനെ വന്ന് വീഴാൻ പോകുന്നുണ്ട് കേട്ടോ, വീഴാനൊക്കെ പോകുന്നുണ്ട്. ഇതാ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മൾ ഇത് ഒരു വെള്ളക്കുണ്ടൊക്കെ ആയിരുന്നു. ഇത് അവിടെ നിന്ന് നോക്കിയാൽ വെള്ളം കണ്ടോ, നല്ല വെള്ളവും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. നല്ലൊരു ഭയങ്കരമായിട്ടുള്ളൊരു സംഭവമാണ് ഇത്. വലിയൊരു കുളമായിരുന്നു. ഇതിലൊരു 5-6 ആൾക്കാരൊക്കെ മരിച്ചു എന്നൊക്കെ കേൾക്കുന്നുണ്ട് വെള്ളത്തിൽ. അത്രയും വലിയൊരു കുളമൊക്കെ ആയിരുന്നു. ഇപ്പം അതൊക്കെ വറ്റിച്ചിട്ട് ഇപ്പം അങ്ങനെ വറ്റിച്ചിട്ട് ശരിക്കൊരു ചെറിയൊരു ഭാഗം മാത്രമേ അങ്ങോട്ട് ആയിട്ടുള്ളൂ. ഇതാ ഈ മലേൻ്റെ ഇവിടെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും വന്ന് കുറേ ആൾക്കാരൊക്കെ ഈ പാറപ്പുറത്ത് ഇങ്ങനെ വന്നിരിക്കുന്നത്. അതൊക്കെ പാറയാണ്. ഈ താഴത്ത് ഇവിടെയൊക്കെ നിറയെ മരങ്ങളാണ്, നല്ല മരങ്ങളാണ്, നിറയെ മരങ്ങളും കണ്ടില്ലേ, വള്ളികളൊക്കെയാണ് ഇവിടെ, നിറയെ വള്ളികളാണ്. ഇവിടെ ഒരു 6 മണി ആയാലൊന്നും പുറത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. ഇവിടെ നിന്നൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. നമ്മളൊന്നും ഭയങ്കര കെട്ടും പാറയൊക്കെയാണ്. നമ്മളൊരു 5-6 മണി ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഭാഗത്ത് ഈ വഴി കൂടെ ഒന്നും ആരും വരില്ല. അങ്ങനത്തെ ഒരു വഴിയാണിത്.
നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടാ. ഹലോ, ഇതാണ് നമ്മുടെ ഒരു ചെറിയ കൊച്ചു വീട്. ഇതാണ് അമ്മയുടെ പേരാണ് മാധവി നിലയം. മാധവി നിലയം ഇത് നമ്മുടെ വീടാണ്. പിന്നെ ഇങ്ങോട്ടൊക്കെ കുറച്ചൊക്കെ ഇങ്ങോട്ട് വരൂ. ഇങ്ങോട്ടൊക്കെ ഇവിടെ ഒരു കമ്പിവേലി ഉണ്ട്, കണ്ടില്ലേ? ഒരു കമ്പിവേലിയാണ്, നല്ല രസമുള്ളൊരു കമ്പിവേലിയാണ്. ഈ കമ്പിവേലി അങ്ങനെ പോകുന്ന നോക്കാൻ പറ്റത്തുള്ളൂ. ഈ കമ്പിവേലി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഇങ്ങനെ നല്ലൊരു വെള്ളം ഇങ്ങനെ കാണാമായിരുന്നു. ഇപ്പം ഈ കുളമൊക്കെ അങ്ങനെ വറ്റിയതായതുകൊണ്ട് വറ്റിച്ചു ഇവർ. നല്ലൊരു കുളമൊക്കെ ആയിരുന്നു, കാണാൻ ഭയങ്കര രസം, നിറയെ കുളവും. പിന്നെ വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു ഇത്. ഇപ്പം ഇതൊക്കെ വറ്റിച്ചു ഒരു കുളം തൂർത്തു. പിന്നെ നമ്മുടെ വഴി നമ്മൾ വീട്ടിലെത്തി. വാതിൽ തുറക്കുക. നമ്മുടെ കൊച്ചു വീടാണ് കേട്ടോ. നമ്മുടെ കൊച്ചു വീട്ടിലേക്ക് കിടക്കുകയാണ്. ഇനി നമ്മളൊരു ലൈറ്റൊക്കെ ഇടട്ടെ. ലൈറ്റിട്ട് ഫാനിട്ട് ഇനി നമുക്ക് ഒരു കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് കഴിക്കാം. അല്ലാതെ ഒരു പാകമില്ല. ഒരു കട്ടൻ ചായ ഉണ്ടാക്കുക. ആദ്യം കുറച്ച് വെള്ളം നമ്മളെ വടക്കോർത്ത വാതിൽ തുറന്നു. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ സ്ഥലം. ഞങ്ങൾക്ക് ഇതേ ഉള്ളൂ കേട്ടോ. അതൊരു അടുക്കളയാണ്. ഇപ്പോൾ വന്നിട്ടുള്ളൂ. ഇതൊന്നും ശരിയായിട്ടില്ല. ഞങ്ങളുടെ ഒരു അടുക്കളയാണ്. ഇതൊന്നും കാണിച്ചോളൂ, ശരിയായിട്ടില്ല. പിന്നെ ഇത് ഞങ്ങളുടെ ഒരു ബാത്റൂമാണ്. പിന്നെ ഞങ്ങൾക്ക് ഒരു ബെഡ്റൂമാണ്. ഒരു റൂമുള്ളൂ. ഒരു റൂമുള്ളൂ. ഒക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഞങ്ങൾക്ക് 2 കാപ്പി ഉണ്ടാക്കി. ഞങ്ങളൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നത് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
ഞങ്ങൾ ഇതേപോലെ വീഡിയോ വീണ്ടും ചെയ്യുന്നതാണ്.